ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രകോപനപരമായ യുദ്ധത്തിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. എല്ലാവരും ഇന്ത്യക്ക് ഒപ്പം തന്നെയുണ്ട്, ഇന്ത്യൻ സർക്കാരിനൊപ്പം തന്നെയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട് രാജ്യത്തിനൊപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സർക്കാരിന്റെ 4ാം വാർഷികം പോലും മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ലീഗ് ഇതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇതുവരെ ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ്. ലീഗ് ഒരു വാക്ക് പോലും ഇന്ത്യക്കൊപ്പം ഉണ്ടെന്നോ പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ഒന്നും ലീഗ് രംഗത്തെത്തിയിട്ടില്ല. ലീഗ് എന്ന് പറയുന്ന ഒരു നേതൃത്വം ഇവിടെ ഇല്ലേ? ലീഗിന്റെ ഒരു നിശബ്ദത വളരെ ശബ്ദായമാനമായ ഒരു നിശബ്ദതയാണ്. യഥാർത്ഥത്തിൽ ലീഗ് കേരളത്തിലെ ഒരു മുസ്ലിം ലീഗ് എന്നാണ് പേരെങ്കിലും നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഈ പ്രത്യക്ഷത്തിൽ മതേതരം എന്ന് പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ ഒരു മതേതരത്വ സ്വഭാവം പുലർത്തുന്ന ഒരു പാർട്ടി തന്നെയാണ് ലീഗ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗും നമ്മളുടെ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളിൽ നിന്ന് വളരെ വ്യത്യസ്തതയുണ്ട്. ലീഗ് എപ്പോഴും നമ്മുടെ മുഖ്യധാരയോട് ചേർന്നിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും ശക്തമായിട്ട് തങ്ങൾ ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നതായിട്ട് ഉള്ള ഒരു വികാരം പ്രകടിപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ കക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ്. അതെന്തുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം അന്വേഷണം ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ആവശ്യം എന്നുള്ളതിനേക്കാൾ ഉപരി അന്വേഷണം എന്താ പറയുക, നമ്മളുടെ ഓരോരുത്തരുടെയും ആകാംക്ഷ ഉണർത്തുന്നൊരു സംഗതിയാണ്. എന്തുകൊണ്ട് ലീഗ് പരസ്യമായിട്ട് രാജ്യത്തിനൊപ്പം നിൽക്കുന്നില്ല? ഉദാഹരണത്തിന് നരേന്ദ്രമോദിയുടെ ഏറ്റവും ശക്തനായ ഒരു പക്ഷെങ്കിൽ ലോക മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിയോഗി അല്ലെങ്കിൽ ഒരു വിമർശകൻ എതിരാളിയാണ് അസദുദ്ദീൻ ഒവൈസി, ഹൈദരാബാദ് പാർലമെന്റ് അംഗം. പക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ വാക്കുകളേക്കാൾ കൂടുതൽ ശക്തമായിട്ട് അല്ലെങ്കിൽ അതിനോട് തുല്യമായ ശക്തമായ രീതിയിൽ ആ പഹൽഗാം ആക്രമണത്തിനെ അപലപിക്കുകയും ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് വലുതാക്കി വിടുന്ന പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അതിശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് അസദുദ്ദീൻ ഒവൈസി. അത് ഒട്ടും സമയമെടുത്തില്ല അദ്ദേഹം. ഇപ്പോഴും അസദുദ്ദീൻ ഒവൈസി വളരെ അതിശക്തമായിട്ട് രംഗത്തുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അരമണിക്കൂറല്ല പാകിസ്ഥാൻ ഇന്ത്യക്ക് പുറകിൽ, നൂറ്റാണ്ടാണ് പുറകിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ഏറ്റവും നിർണായകമായ ഒരു പ്രസ്താവനയാണ്. കാരണം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, കാരണം ഈ പഹൽഗാം ആക്രമണം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ്റെ നമ്മളുടെ ഇന്ത്യയിലേക്കുള്ള ആക്രമണം ഇപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാണുന്ന സംഗതി ജമ്മു കാശ്മീരിലേക്കുള്ള ഷെല്ലിംഗ് ആണ്. അത് മുഴുവൻ ജമ്മു മേഖല കേന്ദ്രീകരിച്ചിട്ടാണ്. നമ്മുടെ ആസിഫ് മുനീർ പറയുകയുണ്ടായി, കാശ്മീരിലെ സഹോദരങ്ങൾ അല്ലെങ്കിൽ കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ അതെ ജഗുലാർ വെയിൻ പോലെയാണ്. മുഖ്യ കഴുത്തിലെ നാഡീഞരമ്പിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെയാണ്. അപ്പം കാശ്മീരിനെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾ ഭൂരിപക്ഷം താമസിക്കുന്ന ജമ്മു മേഖലയിലേക്കാണ് ആക്രമണം തിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറേ മരിച്ചിട്ടുള്ള ആൾക്കാരും അതിൽ വിടുന്നവരാണ്. അപ്പം ഈ ഒരു പഹൽഗാം ആക്രമണമാണെങ്കിലും പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ഈ ആക്രമണത്തിലുള്ള സ്വഭാവം നോക്കുകയാണെങ്കിലും പഞ്ചാബിൽ സുവർണക്ഷേത്രത്തിന് ലക്ഷ്യമാക്കുന്നത്, കാരണം ഇന്ത്യ തന്നെ സുവർണക്ഷേത്രത്തിൻ്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിടുന്നുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ലോകമാധ്യമങ്ങളിൽ ഒരേ സമയത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യക്തമായൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു ഹിന്ദു മുസ്ലിം സംഘർഷം, അതേപോലെ തന്നെ പഞ്ചാബിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യ സിഖ് വികാരം ഉണ്ടാക്കുക. ഈ ഒരു മുഖ്യ ലക്ഷ്യം ഈ പഹൽഗാം ആക്രമണത്തിൻ്റെയും, അതായത് ആസിഫ് മുനീറിൻ്റെ പ്രസംഗം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിനെ ചെറുക്കാൻ ഏറ്റവും ശക്തമായ ഒരു ശബ്ദമായിട്ടാണ് നമുക്ക് ഒവൈസിയുടെ ശബ്ദത്തെ ഇപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ ഇത് വളരെ ഭാഗ്യം എന്ന് പറയട്ടെ, അവരുടെ ലക്ഷ്യം ഇതുവരെ വിജയം കണ്ടിട്ടില്ല. പഹൽഗാമിലെ ആക്രമണം ഉണ്ടായി, ഇപ്പം ഒരു മതത്തിലെ പ്രത്യേകിച്ചുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവരെ മാത്രം വെടിവെച്ച് കൊല്ലുന്നു. നമ്മുടെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ ഒരു പ്രയോഗം പോലും വന്നതിൻ്റെ പശ്ചാത്തലം അതാണ്.
അപ്പം ഇതുവരെ അവരുടെ ലക്ഷ്യം വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു വികാരത്തെ കത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത്തരം വികാരത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ശക്തികൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. പല രൂപത്തിൽ നമുക്കറിയാവുന്ന സംഗതിയാണ്. പക്ഷേ അതിനെല്ലാം ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയിരുന്നത് ലീഗാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അല്ലെങ്കിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ ഓരോ കാലഘട്ടത്തിൽ ഈ തീവ്രവാദ ശക്തികളുമായിട്ടൊക്കെ കൂട്ടുകൂടുകയും വോട്ടിന് വേണ്ടി കൂട്ടുകൂടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം തളർച്ച ലീഗിനായിരുന്നു നേരിട്ടത്. ആ തളർച്ച നേരിട്ടുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലീഗിന് പോലും ഈ തീവ്രവാദ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ പിണക്കാതിരിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പതുക്കെ നീങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ അത്തരം ഒരു സാഹചര്യമായിരിക്കാം. കാര്യം തങ്ങളുടെ അണികൾ തങ്ങൾക്ക് ചോർന്നു പോകുക. കാര്യം പുതുതലമുറ കംപ്ലീറ്റ് ഈ പറഞ്ഞതുപോലെ ഒരു വൈകാരിക തീവ്രതയുടെ പിന്നാലെ പോകുന്ന ഒരു പൊതു സ്വഭാവം ഈ പുതുതലമുറയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തങ്ങളുടെ അണികൾ ചോർന്നു പോകുമ്പോൾ പുതിയ തലമുറക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള പേടി കൊണ്ടാണോ ലീഗ് ഈ ഒരു നിശബ്ദത പാലിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിലെ മുഖ്യധാരയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് അതിശക്തമായ രീതിയിൽ ഇപ്പം രംഗത്തേക്ക് വരികയും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക സമാധാന ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു നിലപാട് കൂടിയാണ്. ഉദാഹരണത്തിന് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയ്ക്ക് നമ്മൾ ഇതിന്റെ പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം മുഖ്യമന്ത്രി CPM-ന്റെ മുഖ്യമന്ത്രിയാണ്, LDF-ന്റെ മുഖ്യമന്ത്രിയാണ്, CPM-ന്റെ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ കേന്ദ്രത്തിലെ ഭരണകൂടവുമായിട്ട് പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന സ്വഭാവമാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ ഗവൺമെന്റിന് മുഴുവൻ പിന്തുണ നൽകിക്കൊണ്ട്, മാത്രമല്ല കോൺഗ്രസിന്റെ ഏറ്റവും ശബ്ദം ഇപ്പോൾ അതിഗംഭീരമായിട്ട് ലോകം മുഴുവൻ കേൾക്കുന്നത് ശശി തരൂരിലൂടെയാണ്. മനസ്സിലായല്ലേ? അപ്പൊ ഈ രീതിയിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നൊരു ധാരണ സൃഷ്ടിക്കുന്നതിലേക്ക് കേന്ദ്ര സർക്കാരും വിജയിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷവും അതിശക്തമായിട്ട് ഈ കേന്ദ്ര സർക്കാരിനും സേനയ്ക്കും പിന്തുണ നൽകുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു ധ്രുവീകരണം നടക്കുന്ന ഒരു സംഭവമാണ്. വളരെയധികം അറിഞ്ഞും അറിയാതെയും ഒക്കെ തന്നെ ഒരു മതധ്രുവീകരണം പല രീതിയിൽ നടക്കുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഇസ്ലാം തീവ്രവാദം, ആ തീവ്രവാദത്തിന്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഇസ്ലാം തീവ്രവാദം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന്റെ, ഭീകരവാദത്തിന്റെ, നമ്മൾ ഇപ്പോൾ നേരത്തെ ധന്യ പറഞ്ഞു പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം. പാകിസ്ഥാനായിട്ടല്ല യുദ്ധം. നമുക്ക് പാകിസ്ഥാനിലെ ജനതയുമായിട്ടോ അവിടുത്തെ ആൾക്കാരുമായിട്ടോ ഒരു വിരോധവുമില്ല. പക്ഷേ അവർ പോറ്റി വളർത്തുന്ന ഭീകരതയ്ക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ശരിക്കും ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് ഭീകരതയ്ക്കെതിരെയാണ്, നോട്ട് പാകിസ്ഥാനെതിരെ അല്ല. അപ്പോൾ ആ ഒരു ഭീകരത എന്ന് പറയുന്ന തീവ്രവാദ സ്വഭാവം എന്ന വികാരത്തിനെതിരെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട്, ഇപ്പം എന്തുകൊണ്ട് OIC എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ ശബ്ദം ഇത്രയും ഗംഭീരമായിട്ട് മുഴങ്ങിക്കേൾക്കുന്നു എന്ന് പറയുന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ ശബ്ദം ഏറ്റവും ശക്തമായിട്ട് ഉയരേണ്ട ഒരു സമയമാണ്. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, അതേപോലെ തന്നെ വളരെ സമദാനിയെ പോലുള്ള നേതാക്കന്മാർ, ഇവരൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതികരിക്കേണ്ട സന്ദർഭത്തിൽ എന്തുകൊണ്ട് നിശബ്ദരാകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും.